ഓർമ്മകൾ. അനിൽ മണ്ണത്തൂരിൻ്റെ ലേഖനം. കാതുകൾക്കു വിരുന്നായി കണ്ണിന് കാഴ്ചകളേക്കാൾ വലിയ വിസ്മയങ്ങൾ തീർത്ത് ഇന്നും ആ അദൃശ്യ ശബ്ദം എന്നെ പിന്തുടരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: റേഡിയോ. കാഴ്ചകളുടെ അതിപ്രസരമുള്ള ഈ ദൃശ്യമാധ്യമ യുഗത്തിലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഴയ സുഹൃത്തിനെ പോലെ റേഡിയോ ഇന്നും എന്നെ ആശ്വസിപ്പിക്കുന്നു. കേൾവിശക്തിയുള്ള ഏതൊരു മനുഷ്യനും ആ ശബ്ദമാധുര്യത്തിൽ ഒരിക്കലെങ്കിലും ലയിച്ചിട്ടുണ്ടാകും. എൻ്റെ കുഞ്ഞുനാൾ മുതൽക്കേ തുടങ്ങുന്നതാണ് ആകാശവാണിയോടുള്ള പ്രണയം. പ്രഭാതത്തിലെ വന്ദേമാതരവും കിളിനാദങ്ങളും ജനൽവാതിലിലൂടെ കടന്നുവരുന്ന ഇളം കാറ്റിനും കിളികളുടെ ചിലക്കലിനുമൊപ്പം ഒഴുകിയെത്തുന്ന വന്ദേമാതരം സംഗീതമാണ് നമ്മളെ ഉണർത്താറുള്ളത്. ആകാശവാണിയുടെ പ്രഭാത വാർത്തകൾ കേൾക്കാതെ ഇന്നും പല വീടുകളിലും നേരം വെളുക്കാറില്ല. ജീവിതം, കല, അറിവ് തുടങ്ങി സമസ്ത മേഖലകളിലും ആകാശവാണിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷയാണെന്ന് ആ ശബ്ദങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അക്ഷരങ്ങൾ ശബ്ദമായി മാറുമ്പോൾ അവിടെ ഒരു സംസ്കാരം പിറക്കുന്നു. ഓർമ്മകളുടെ തപാൽപ്പെട്ടി. എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് ആകാശവാണിയിലെ തപാൽപ്പെട്ടി എന്ന പരിപാടിയിലാണ്. ആഴ്ചയിലെ പരിപാടികളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വായിക്കുന്ന ആ പംക്തിയിലേക്ക് കത്തുകൾ എഴുതിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സാഹിത്യ സബരിക്ക് തുടക്കമിട്ടത്. കോഴിക്കോട് ആകാശവാണിയിലെ ആർ കനകാംബരൻ അവതരിപ്പിക്കുന്ന ഹലോ ഇഷ്ടഗാനങ്ങൾ എന്ന പരിപാടിയിൽ ഒന്ന് വിളിച്ചു കിട്ടാൻ മണിക്കൂറുകളോളം ഫോണിന് മുന്നിൽ തപസിരുന്നിട്ടുണ്ട്. അന്ന് ആ വിളിയൊന്ന് കണക്റ്റായി കിട്ടിയാൽ ലഭിക്കുന്ന സന്തോഷം ഒരു ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വലുതായിരുന്നു. പിലാശ്ശേരിയിലെ വിദ്യാലയ സ്മരണകൾ വിദ്യാഭ്യാസ രംഗത്ത് റേഡിയോ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. ഞാൻ പഠിച്ച പിലാശ്ശേരി AUP സ്കൂളിലെ അധ്യാപകർ കൊച്ചു റേഡിയോ ക്ലാസ് മുറിയിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ പരിപാടികളിലെ ചിത്രീകരണങ്ങൾ കേൾപ്പിച്ചു തരുമായിരുന്നു. പാഠപുസ്തകത്തിലെ വരികൾ ശബ്ദരേഖകളായി കാതുകളിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആ മായിക ലോകം ഇന്നും മറക്കാനാവില്ല. ശിശുലോകവും ബാലലോകവും അന്ന് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ആനന്ദത്തിൻ്റെ വലിയ വാതായനങ്ങളാണ് തുറന്നിട്ടത്. ജീവിതഗന്ധിയായ പരിപാടികൾ വയലും വീടും, വയോജനവീതി, യുവവാണി, മഹിളാരാഗം, ഇങ്ങനെ എത്രയെത്ര തലക്കെട്ടുകൾ. കർഷകന് കൃഷിയെക്കുറിച്ചും വയോജനങ്ങൾക്ക് ആശ്വാസവും യുവാക്കൾക്ക് ദിശാബോധവും നൽകാൻ റേഡിയോയ്ക്ക് കഴിഞ്ഞു. വയലേലകളിൽ വിതറുന്ന വിത്തിന് ആകാശവാണി അറിവിൻ്റെ വളം നൽകി. വീട്ടമ്മമാരുടെ ഏകാന്തത മാറ്റാനും കിടപ്പു രോഗികൾക്ക് ലോകത്തെ തൊട്ടറിയാനുമുള്ള ഏക ഉപാധി റേഡിയോ ആയിരുന്നു. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ പൂട്ടിയപ്പോൾ നമുക്ക് പുറം ലോകവുമായുള്ള ഏക ബന്ധവും ഒരു അനുഗ്രഹമായി മാറിയത് ഈ കൊച്ചു യന്ത്രമായിരുന്നു. നിഗമനം: സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും റേഡിയോ എന്ന വികാരം മരിക്കില്ല. അതൊരു യന്ത്രമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയതാളമാണ്. പിലാശ്ശേരിയിലെ ഗ്രാമവിശുദ്ധിയിൽ നിന്ന് തുടങ്ങിയ എൻ്റെ റേഡിയോ യാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാണാത്ത കാഴ്ചകളെ ശബ്ദത്തിലൂടെ വരച്ചു കാണിക്കുന്ന ആ ചങ്ങാതി ഇനിയും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. ഇന്ന് റേഡിയോ